പുറത്ത് നല്ല ആർത്തലച്ച് പെയ്യുന്ന ഗംഭീര മഴയാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ദേ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമ്മളെ വീട്ടിൽ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ പച്ചമാങ്ങ നിർബന്ധമാണ് കേട്ടോ, ഇച്ചിരി വിളഞ്ഞതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തോലൊന്നും ചെത്തിയിട്ടില്ല, നല്ല വൃത്തിയായിട്ട് തോലൊക്കെ എന്താ പറയുക വാഷ് ചെയ്ത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിടി അളവിൽ ഞാനിവിടെ ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവോള എടുക്കട്ടെ എന്ന് ചോദിക്കരുത്, കാരണം ചെറിയുള്ളിക്കാണ് ഈ ഒരു സ്വാദ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തില്ല ഒരു പിടി അളവിൽ ഒരു 6 അല്ലെങ്കിൽ 7 നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകും കൂടി വെളിച്ചെണ്ണയിലേക്ക് ഫ്രൈ ചെയ്ത് ആദ്യം എടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഫ്രൈ ചെയ്യുക. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ ചെറിയുള്ളി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചെറിയുള്ളിയൊക്കെ ഒരു 10-15 എണ്ണം ഉണ്ടെങ്കിലായിരിക്കും അത്യാവശ്യം എമൗണ്ട് ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഉണ്ടാവുള്ളൂ കേട്ടോ. വളരെ കുറച്ചാവും അത് ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ആവശ്യമുള്ള അളവുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഗോൾഡൻ കളർ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അത് നമ്മുടെ മുളകിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്രയായി. പിന്നെ ഈ ഒരു ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിൻ്റെയും എരിവിൻ്റെയും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവെടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഉപ്പും. അപ്പോൾ നമ്മൾ ഈ വറ്റൽമുളകും പിന്നെ നമ്മളുടെ ചെറിയുള്ളി ഒക്കെ തന്നെ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇനി മാങ്ങ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ എടുക്കട്ടെ എന്ന് ചോദിക്കരുത്, കാരണം വെളിച്ചെണ്ണയ്ക്കാണ് സ്വാദ് കൂടുതൽ. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മൾ നല്ല വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട. ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴേക്കും ഈ ഒരു മാങ്ങയിലേക്കുള്ള ഉപ്പും ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഈ മാങ്ങ എന്താ പറയുക ഒന്നുകൂടി ഒന്ന് പിന്നെ മൂത്ത് വന്നോട്ടെ. അതുവരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് ഒരുപാട് മാങ്ങ കുത്തി ഉടച്ച് ഇളക്കി വേവിച്ചെടുക്കാനോ ഈ ഒരു കഷ്ണത്തിൽ നിന്ന് വിറവടാതെ തന്നെ കിട്ടണം. അപ്പോഴാണ് കാണാനും ഭംഗിയുണ്ടാവുക, കഴിക്കാനും ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇടികല്ലാണ് വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് അമ്മിക്കല്ലാണ് ഉള്ളതെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും നമ്മുടെ എന്താ പറയുക ഡ്രൈ ചില്ലിയും കൂടി നമ്മുടെ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ കുത്തി അങ്ങ് ഉടച്ച്, പിന്നെ ഒരുപാട് അങ്ങ് എന്താ പറയുക നൈസായിട്ടുള്ളതാവണ്ട, എന്നാൽ ആ ഒരു പീസസ് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും വേണം. അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടികല്ലിൽ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക സ്വാദുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടികല്ലിൽ ചെയ്യാൻ അല്ലെങ്കിൽ അമ്മിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ നല്ല രീതിക്കായി ഉള്ളിയും പിന്നെ നമ്മൾ ചേർത്ത ഉപ്പും മുളകും എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മൾ വെന്ത മാങ്ങ കോരിയിടുക. അതുകൊണ്ട് ഇതുപോലെയാണ് നമുക്ക് മാങ്ങ കിട്ടേണ്ടത്. അത് ചതഞ്ഞ് എന്താ പറയുക ഒരുപാട് അങ്ങ് കുഴഞ്ഞ് മറിഞ്ഞ് പോകരുത്, ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ അതേ അതിലേക്ക് ഞാൻ ഇടികല്ലിലുള്ള നമ്മുടെ മുളകിൻ്റെയും ഉള്ളീൻ്റെയും കൂട്ട് കൈവച്ചങ്ങ് വാരിയെടുക്കുകയാണ് കേട്ടോ. അതേ കൈ കൊണ്ട് ഇതുപോലെ അങ്ങോട്ട് ഞെരടി അങ്ങ് എടുക്കണം കേട്ടോ. എന്നാൽ മാങ്ങ പിച്ചി കൊളാക്കരുത്. എല്ലാ വശത്തോട്ടും മാങ്ങയിൽ ഇതാവുകയും വേണം, എന്നാൽ ഒരുപാട് ഉടച്ച് മാങ്ങ ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് വേണമെന്ന് വെച്ചെങ്കിൽ എരിവൊന്ന് നോക്കിയിട്ട് എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിന്നെ പാകപ്പെടുത്തി എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഒരല്പം കൂടി വെളിച്ചെണ്ണ ഇറ്റിച്ച് കൊടുക്കുക. ആ ഒരു ഉപ്പിൻ്റെയും പുളീൻ്റെയും എരിവിൻ്റെ എല്ലാം കൂടി ചേർന്നുള്ളൊരിത് ഗംഭീരമായിട്ടുള്ളൊരു സ്വാദാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഈവൻ വെറുതെ കഴിക്കാനും അതിഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ മാങ്ങ സീസൺ അധികം സ്ഥലത്തൊക്കെ തീരാനായിട്ടുണ്ട്. നമ്മുടെ ഇവിടെയും തീർന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് മാങ്ങയൊക്കെ ഞാൻ ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെയുള്ള കുറച്ച് നാളത്തേക്ക് പിന്നെ ഒരു 7-8 മാസം വരെയൊക്കെ ഇരിക്കുന്ന ഒരു ടിപ്പ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ മാങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ മുന്നേ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് അതുപോലെ ഒന്ന് മാങ്ങ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. അതേ നമ്മളെ ഗംഭീരമായിട്ടുള്ള മുതൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിഗംഭീരമാണ്. നല്ല ചൂട് കപ്പേൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ചേർക്കുക. പിന്നെന്താണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും
പിന്നെ ഹൈപ്പ് വരാനൊക്കെ മറന്നു പോലെ ഒരുപാട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് തയ്യാറാക്കുന്ന റെസിപ്പികൾ എൻ്റെ ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടു കൂടി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.